നമസ്കാരം. ഇന്ന് ലോകം കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമായ ഊർജ്ജ പരിഹാരങ്ങൾക്കായുള്ള നിരന്തര അന്വേഷണത്തിലാണ്. ഇപ്പോഴിതാ സർവ്വസാധാരണമായ ലിഥിയം അയൺ ബാറ്ററിയുടെ വേഗതയിൽ അവിശ്വസനീയ വർധനവുണ്ടാക്കാൻ പര്യാപ്തമായ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി സാങ്കേതിക വിദ്യയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിലെ ഗവേഷകർ. സോളിഡ് സ്റ്റേറ്റ് സാങ്കേതിക വിദ്യയിലൂടെ ലിഥിയം അയൺ ബാറ്ററിയുടെ വേഗത 30% വർദ്ധിപ്പിക്കാൻ ഈ ഗവേഷകർക്കായി. അതിനാൽ തന്നെ ഈ പുതിയ മുന്നേറ്റം ഊർജ്ജ സംഭരണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് തീർച്ചയാണ്. പരമ്പരാഗത ലിഥിയം അയൺ ബാറ്ററികളിലെ ദ്രാവക ഇലക്ട്രോലൈറ്റിന് പകരം ഒരു പ്രത്യേക സോളിഡ് അഥവാ ഖരപദാർത്ഥം ഉപയോഗിച്ച് ബാറ്ററിയുടെ സുരക്ഷയും ഊർജ്ജ സാന്ദ്രതയും ചാർജിംഗ് വേഗതയും വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സോളിഡ് സ്റ്റേറ്റ് സാങ്കേതിക വിദ്യ. ലിഥിയം, ആന്റിമണി, സ്കാൻഡിയം എന്നിവ ചേർന്ന ഒരു നൂതന വസ്തുവാണ് ലിഥിയം അയൺ ബാറ്ററികളിലെ ഈ നവീകരണത്തിന് പിന്നിൽ ഗവേഷകർ ഉപയോഗപ്പെടുത്തിയത്. ഇത് പ്രയോജനപ്പെടുത്തിയുള്ള പുതിയ മുന്നേറ്റം വേഗത്തിലുള്ള ചാർജിംഗ്, കൂടുതൽ കാര്യക്ഷമമായ ഊർജ്ജ സംഭരണം, ബാറ്ററിയുടെ ദീർഘായുസ് എന്നിവയ്ക്ക് കാരണമായി ഭവിക്കും. അങ്ങനെ ഈ മാറ്റം ഉപഭോക്തൃ ഇലക്ട്രോണിക്സിനും ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും പുനരുപയോഗ ഊർജ്ജ സംഭരണത്തിനും വലിയ വാഗ്ദാനമായി മാറുന്നു. ഈ കണ്ടുപിടുത്തത്തിന്റെ സാധ്യത വളരെ വലുതാണ്. സോളിഡ് സ്റ്റേറ്റ് സാങ്കേതിക വിദ്യ ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രായോഗികമാക്കുന്നതിലൂടെ അസാധാരണമായ അയോൺ മൊബിലിറ്റി ഉണ്ടാകുന്നുവെന്നതിനാൽ തന്നെ ഈ പദാർത്ഥത്തിന് സുരക്ഷിതവും വർദ്ധിച്ച കാര്യക്ഷമതയോടും കൂടിയ പുതിയ ബാറ്ററികൾ രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കാനാകും. ഈ ഗവേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രൊഫസർ തോമസ് എസ് ഫ്രാസർ അഭിപ്രായപ്പെടുന്നു. അഡ്വാൻസ്ഡ് എനർജി മെറ്റീരിയൽസ് എന്ന ജേണലിൽ ഊർജ്ജ സംഭരണ രംഗത്തെ പുതുമുന്നേറ്റത്തിന് കാരണമായ ഈ ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അയോൺ ചാലകത വർദ്ധിപ്പിക്കാനായി ഗവേഷകർ ഉരുത്തിരിച്ചെടുത്ത പുതിയ പദാർത്ഥത്തിന് താപസ്ഥിരതയുണ്ടെന്നതിനാൽ തന്നെ ഇത് പ്രയോജനപ്പെടുത്തിയുള്ള വിപുലമായ ബാറ്ററി ഉൽപാദനത്തിന് വരും ഭാവിയിൽ വഴി തുറക്കും. ലിഥിയം അയൺ ബാറ്ററികളിൽ എന്ന പോലെ ലിഥിയം ഫോസ്ഫറസ് സിസ്റ്റങ്ങളിലും ഇതേ സാങ്കേതിക ആശയം പ്രയോജനപ്പെടുത്താനാകുമെന്ന് ഈ ഗവേഷണ പ്രൊജക്ടിന് നേതൃത്വം നൽകിയ ജിങ്വെൻ ജിയാങ് എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നു. ബവേറിയൻ സ്റ്റേറ്റ് മന്ത്രാലയത്തിലെ സാമ്പത്തിക പ്രാദേശിക വികസന ഊർജ്ജ മന്ത്രാലയമാണ് ഊർജ്ജ സംഭരണ രംഗത്തെ ഈ പുതിയ ഗവേഷണത്തിന് ധനസഹായം നൽകിയത്. നിലവിൽ ഊർജ്ജ സംഭരണ മേഖല നേരിടുന്ന സങ്കീർണമായ വിവിധ വെല്ലുവിളികൾക്ക് പരിഹാരമാകാൻ ഈ നൂതന സോളിഡ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടുപിടുത്തം വഴിത്തിരിവാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മൂലക സംയോജനങ്ങളിലും ക്രിസ്റ്റൽ ലാറ്റിസ് എഞ്ചിനീയറിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിലെ ഗവേഷകർ സാധ്യമാക്കിയ ഈ പുതു സാങ്കേതിക വിദ്യ ഭാവിയിലെ ഊർജ്ജ മേഖല കൈവരിക്കേണ്ടതായ പുരോഗതിക്ക് അടിത്തറ പാകിയിരിക്കുകയാണ്. ഇത് വിവിധ ഊർജ്ജ രൂപങ്ങളുടെ ഉൽപാദന ഉപയോഗ രീതിയെ തന്നെ മാറ്റിമറിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.